വെൽക്കം, തഹ്മനാണ്. ഇൻഫ്ലമേഷൻ പാത്തോളജി വീഡിയോ സീരീസിൽ ഈ വീഡിയോ ഗ്രാനുലോമ വേഴ്സസ് ഗ്രാനുലേഷൻ ടിഷ്യൂ ആണ്. സോ ഇത് നമ്മൾ രണ്ടും ഡിസ്കസ് ചെയ്തതാണ്. ക്രോണിക് ഇൻഫ്ലമേഷനിലും വൂണ്ട് ഹീലിംഗിലുമായിട്ട് നമ്മൾ രണ്ടും പറഞ്ഞു കഴിഞ്ഞു. എന്നാലും നമുക്കിത് പലപ്പോഴും മാറിപ്പോകും. സോ അതുകൊണ്ട് അതൊന്ന് ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആദ്യമേ പറയട്ടെ, രണ്ടും രണ്ടാണ്. നമ്മൾ രണ്ടും പഠിക്കുന്നത് ഇൻഫ്ലമേഷനിലാണെങ്കിലും രണ്ടും രണ്ടാണ്. ഇവിടെ ആവശ്യങ്ങളും രണ്ടാണ്. ഗ്രാനുലോമ നമുക്ക് ഇവിടെ എഴുതാം, ഗ്രാനുലേഷൻ ടിഷ്യൂ നമുക്ക് ഇവിടെ കമ്പയർ ചെയ്തിട്ട് പറയാം. സോ ഗ്രാനുലോമ നമ്മൾ കണ്ടത് പഠിച്ചത് എവിടെയായിരുന്നു? നമ്മൾ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ക്രോണിക് ഇൻഫ്ലമേഷനിലാണ് നമ്മൾ ഇത് പറഞ്ഞത്. ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫെക്ഷൻ അല്ലെ, ക്രോണിക് ഗ്രാനുലോമാറ്റസ് ഇൻഫ്ലമേഷൻ എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ദാറ്റ്സ് ഇൻ ക്രോണിക് ഇൻഫ്ലമേഷൻ. പക്ഷേ ഗ്രാനുലേഷൻ ടിഷ്യൂ ഇത് നമ്മൾ പറഞ്ഞത് ആസ് എ ഹോൾമാർക്ക് ഓഫ് ഹീലിംഗ് ആൻഡ് ഹീലിംഗിലാണ് നമ്മൾ ഇത് പഠിച്ചത്. സോ ഹീലിംഗ് പ്രോസസ്സിന്റെ ഒരു ഹോൾമാർക്കാണിത്. സോ ഗ്രാനുലോമ ഈസ് ഇൻ ക്രോണിക് ഇൻഫ്ലമേഷൻ വൈൽ ഗ്രാനുലേഷൻ ടിഷ്യൂ ഈസ് ഇൻ ഹീലിംഗ് ആൻഡ് റിപ്പയർ. ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി കഴിഞ്ഞാൽ ഗ്രാനുലോമയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നടുവിൽ ഒരു നെക്രോസിസ് ഉള്ള ഭാഗം, ആൻഡ് ഇത് ചിലപ്പോൾ ഉണ്ടാകാം, ചിലപ്പോൾ ഇല്ലാതിരിക്കാം. ആൻഡ് ഇതിന് ചുറ്റും കളക്ഷൻ ഓഫ് ആക്ടിവേറ്റഡ് മാക്രോഫേജസ് ഉണ്ട് എന്ന് പറഞ്ഞു. ദെൻ മോഡിഫൈഡ് മാക്രോഫേജസ് ഉണ്ട്, അത് എപ്പിത്തീലിയോയിഡ് സെൽസ് ഉണ്ട്, ജയന്റ് സെൽസ് ഉണ്ട്. ഇങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ദെൻ ഇതിന് ചുറ്റും റിം ഓഫ് കോളർ ഓഫ് എന്നാണ് നമ്മൾ പറഞ്ഞത്. കോളർ ഓഫ് ലിംഫോസൈറ്റ്സ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇത് ടി ലിംഫോസൈറ്റ്സ് ആയിരിക്കാം. ദെൻ അതിന്റെ കൂടെ ചിലപ്പോൾ ബി ലിംഫോസൈറ്റ്സ് ഒക്കെ വരാം. ദെൻ പെരിഫറൽ ചുറ്റും കളക്ഷൻ ഓഫ് സം ഫൈബ്രോബ്ലാസ്റ്റ് ഉണ്ടാകും. ആൻഡ് നടുവിലെ ഭാഗം, ദിസ് ഏരിയ, ഈ ഭാഗം ക്യാൻ ബി കേസിയേറ്റിംഗ് നെക്രോസ് ആയിരിക്കാം. സോ ഇഫ് നെക്രോസിസ് ഇസ് കേസിയേറ്റിംഗ്, അതാണെങ്കിൽ ഇപ്പോൾ ഉദാഹരണം TB-യിൽ നമ്മൾ അങ്ങനെ പറഞ്ഞു. ദെൻ രണ്ട് തരം ഗ്രാനുലോമ നമ്മൾ പറഞ്ഞത്, ഒന്ന് ഇമ്മ്യൂൺ ഗ്രാനുലോമയാണ്, ഇമ്മ്യൂൺ റിയാക്ഷൻസ് ഒക്കെ നടക്കുന്നത് ഇമ്മ്യൂൺ ഗ്രാനുലോമ. രണ്ടാമത്തത് ഫോറിൻ ബോഡി ഗ്രാനുലോമ നമ്മൾ പറഞ്ഞു. സോ ഫോറിൻ ബോഡി ഗ്രാനുലോമയിൽ ഇവിടെ കേസിയേറ്റിംഗ് ആണോ? അല്ല, നോൺ കേസിയേറ്റിംഗ് ആണ്. നോൺ കേസിയേറ്റിംഗിന് നമ്മൾ വേറെയും ചില എക്സാമ്പിൾസ് പറഞ്ഞു. ഉദാഹരണം ക്രോൺസ് ഡിസീസ്, അതിനകത്ത് നോൺ കേസിയേറ്റിംഗ് ആണ്. സാർക്കോയിഡോസിസിലും നോൺ കേസിയേറ്റിംഗ് ആണ്. അപ്പോൾ ഗ്രാനുലേഷൻ ടിഷ്യൂസിലോ ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞത് ക്രോണിക് പ്രോലിഫറേഷൻ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രോലിഫറേഷൻസ്. ആൻഡ് ഇതിന് ചുറ്റും പുതുതായിട്ടുണ്ടായിരുന്ന ബ്ലഡ് വെസൽസ് റെഡ് ആയിട്ടായിരുന്നു വരയ്ക്കേണ്ടത്. ചുറ്റും ബ്ലഡ് വെസൽസ് ഉണ്ട്, ഓർ കോൾ ഇറ്റ് ആസ് ആൻജിയോജെനസിസ് ഉണ്ട്. സോ ന്യൂലി ഫോംഡ് തിൻ വോൾഡ് ആയിട്ടുള്ള ഡെലിക്കേറ്റ് ആയിട്ടുള്ള കാപ്പിലറീസ് ഇവിടെയാണ്. ആൻഡ് ഇതുണ്ടാകുന്നത് ദിസ് ഓക്കർ ഇൻ എ ലൂസ് എഡിമാറ്റഡ് എക്സ്ട്രാ സെല്ലുലാർ മാട്രിക്സിലാണ് ഇത് ഉണ്ടാകുന്നത്. ആൻഡ് ദീസ് ആർ ഇൻഫിൽട്രേറ്റഡ് ബൈ, അതിന് ചുറ്റും അല്ലെങ്കിൽ അതിനകത്ത് ഇൻഫിൽട്രേറ്റഡ് ബൈ മോണോന്യൂക്ലിയർ സെൽസ് ഓർ WBC സെൽസ്. സോ ഇതാണ് ഗ്രാനുലേഷൻ ടിഷ്യൂ ആയിട്ട് നമ്മൾ പറഞ്ഞത്. ഇനി ടിഷ്യൂ ഡിസ്ട്രക്ഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇൻ ഗ്രാനുലോമ ദർ ഈസ് ടിഷ്യൂ ഡിസ്ട്രക്ഷൻ ധാരാളം ഉണ്ട്. പക്ഷെ ഗ്രാനുലേഷൻ ടിഷ്യൂലോ നോ ടിഷ്യൂ ഡിസ്ട്രക്ഷൻ, അത് ഇല്ല, കുറവാണ്. ആൻഡ് ഇനി ഗ്രാനുലോമയിൽ വാസ്കുലറൈസേഷൻ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ വാസ്കുലറൈസേഷൻ ഓർ അതിന് നമുക്ക് ആൻജിയോജെനസിസ് ഈസ് നോട്ട് പ്രോമിനന്റ്, അത്രയും ഇല്ല, കുറച്ചുണ്ട്, പക്ഷെ നോട്ട് സീൻ എന്ന് നമുക്ക് തൽക്കാലം എഴുതാം. പക്ഷെ ഗ്രാനുലേഷൻ ടിഷ്യൂലോ ഇറ്റ് ഈസ് പ്രോമിനന്റ് ആണ്. ദാറ്റ് ഈസ് ആൻജിയോജെനസിസ് ഈസ് പ്രോമിനന്റ് വാസ്കുലറൈസേഷൻ ബിക്കോസ് ഓഫ് ആൻജിയോജെനസിസ്. ഇനി ഗ്രാനുലോമയിൽ നമ്മൾ പ്രോലിഫറേഷൻ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് നോക്കിയാലോ, പ്രോലിഫറേഷൻ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ആൻഡ് ഇതുണ്ട്, പക്ഷെ ഇറ്റ് ഈസ് ഓൺലി മിനിമൽ, വളരെ കുറവാണ്. ഉണ്ട്, ചുറ്റുമുണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷെ ഓൾഡ് ഗ്രാനുലോമയിൽ ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് കാണാൻ പറ്റും. പക്ഷെ ഇൻ ഗ്രാനുലേഷൻ ടിഷ്യൂവിൽ നോക്കിക്കഴിഞ്ഞാൽ ദിസ് ഈസ് പ്രോമിനന്റ് ആണ്. സോ പ്രോമിനന്റ് ഫൈബ്രോബ്ലാസ്റ്റ് പ്രോലിഫറേഷൻ, ഫൈബ്രോബ്ലാസ്റ്റിന്റെ പ്രോലിഫറേഷൻ ഏറ്റവും കൂടുതൽ ഇവിടെയാണ്. സോ പ്രോലിഫറേഷൻ ഓഫ് ഫൈബ്രോബ്ലാസ്റ്റ് ഈസ് പ്രോമിനന്റ് ഇൻ ഗ്രാനുലേഷൻ ടിഷ്യൂസ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഗ്രാനുലോമയുടെ ഗ്രോസ് അപ്പിയറൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദിസ് ഈസ് ഫേം ആണ്. നടുവിൽ ഒരു സെൻട്രൽ ചീസി ഏരിയ ചിലപ്പോൾ ഉണ്ടായേക്കാം. സോ വിൽ ബി വേരിയബിൾ ബിക്കോസ് കേഷ്യസ് നെക്രോസ് ഉണ്ടോ ഇല്ലയോ എന്നനുസരിച്ച് ഡിപെൻഡ്സ് അപ്പോൺ കേഷ്യസ് നെക്രോസിസ് ഈസ് പ്രസന്റ് ഓർ നോട്ട്. ആൻഡ് ചുറ്റും ഒരു ഫൈബ്രോസിസ് ഏരിയ കൂടി ഉണ്ടാകും. ഗ്രാനുലേഷൻ ടിഷ്യൂന്റെ അപ്പിയറൻസോ, ഇതിന്റെ അപ്പിയറൻസ് ദിസ് ഈസ് സോഫ്റ്റ് ആണ് ആൻഡ് പിങ്ക് ആണ്, ഗ്രാനുലാർ അപ്പിയറൻസ്. ആൻഡ് ഫൈനലി, അപ്പോൾ ലാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതിന്റെ ഫംഗ്ഷൻ കൂടി പറഞ്ഞു നിർത്താം. ഗ്രാനുലോമയുടെ ഫംഗ്ഷൻ എന്തായിരുന്നു? ഈസ് ടു ഫംഗ്ഷൻ ആണ്. ഈസ് ടു കണ്ടെയ്ൻ, എന്തിനെയാണ് കണ്ടെയ്ൻ ചെയ്യേണ്ടത്? ലിമിറ്റ് ദ ഒഫൻഡിങ് ഏജന്റിന്റെ പ്രവർത്തനം തടയുക എന്നുള്ളതാണ് ഒഫൻഡിങ് ഏജന്റ്. സോ ഇമ്മ്യൂണോളജിക്കൽ ആണെങ്കിൽ അതിന്റെ ആക്ഷൻസ് ഒക്കെ കുറയ്ക്കുക, അല്ലാത്ത ഏജൻസ് ആണെങ്കിൽ അത് ഫോറിൻ ബോഡി ഒക്കെ ആണെങ്കിലും അത് വെച്ചുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുക. സോ പ്രവർത്തനം തടയലാണ്, കാരണം ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അതിനിപ്പോൾ TB അവിടെ ഒന്ന് കയറിയിരിക്കുകയാണ്, പക്ഷെ അതിനെ നമുക്ക് നശിപ്പിക്കാൻ ലൈസോസോമിൽ എടുത്തിട്ടും നശിപ്പിക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ടാണ് ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാവുക. ഗ്രാനുലേഷൻ ടിഷ്യൂലോ ഇതിന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിന്റെ പണി പ്രശ്നം വന്ന ഭാഗം ഹീൽ ചെയ്യുക, അല്ല ഹീൽ ചെയ്യലാണ്. അതിനെ റിപ്പയർ
റിപ്പയർ ചെയ്യലാണ്. വീണ്ടും പഴയപടി നോർമലൈസേഷൻ പരമാവധി നോർമലൈസേഷൻ ഓഫ് ടിഷ്യൂസ് ഉണ്ടാക്കലാണ് ഗ്രാനുലേഷൻ ടിഷ്യൂവിന്റെ പ്രവർത്തന ലക്ഷ്യം. സോ ഇതാണ് ഗ്രാനുലോമ ആൻഡ് ഗ്രാനുലേഷൻ ടിഷ്യൂ തമ്മിലുള്ള വ്യത്യാസം. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.